ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു ഞാനൊരു ഹെയർ സ്ട്രെയിറ്റനിങ് ബ്രഷും ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേയും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് പ്ലസ് ലൈവായിട്ട് ഞാൻ ചെയ്തിട്ട് എന്ത് മാറ്റം വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. എന്റെ മുടി കണ്ടോ, ഒരു പ്രത്യേകതര വിചിത്രമായ മുടിയാണ് എൻ്റെ. അതായത് മുകളിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയാണ്. പക്ഷെ ഈ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ എന്താ, എന്റെ മുടി ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ കേളി, വേവി എന്ന് പറയാൻ പറ്റില്ല, കേളി എന്ന് തന്നെ പറയണം. അങ്ങനത്തെ ഒരു മുടിയാണ് എൻ്റെ. ഒരു വിചിത്രമായിട്ട് ആർക്കും ഇല്ലാത്തൊരു ടൈപ്പ് മുടിയാ തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല ഇതിങ്ങനെ ഇട്ടിരിക്കുമ്പോൾ. അതായത് നമ്മൾ മുടി നന്നായിട്ട് കോംബ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് പുറത്തു പോയി കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ ഒരു ഭ്രാന്തിയുടെ ലുക്ക്. കാരണം ഇപ്പൊ ഈ മുടിയൊക്കെ ഇങ്ങനെ ഒന്നുകൂടിയും കേളായി, ഭയങ്കര ഫ്രിസി മുടിയാണ്. അപ്പൊ അത് കാരണം അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഫിലിപ്സിന്റെ ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷ് വാങ്ങി. നമ്മൾ ഹെയർ സ്ട്രൈറ്റൻ അല്ലെങ്കിൽ കോംബ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യണല്ലോ. അത് കാരണം ഞാൻ ബി ബ്ലണ്ടിന്റെ ഒരു പ്രൊട്ടക്ഷൻ സ്പ്രേയും വാങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇത് തന്നിട്ടുണ്ട്, മാനുവൽ തന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണ്ടേ, പ്രിക്കോഷൻസും അതിനൊക്കെ പറ്റി. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നർ കോംബ്. ഇതുണ്ട്. പ്ലസ് നമുക്കൊരു സാധനം കൂടിയും തന്നിട്ടുണ്ട്. ഇതാണ്. ഇതെന്തിനാണെന്നറിയോ? ഇത് ട്രാവൽ പൗച്ചാണ്. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിലിട്ട് ഈ സംഭവം ഇതിന്റെ അപ്പുറത്ത് ഒരു ഇതുണ്ട്, കണ്ടോ? ഇങ്ങനെ ഇട്ട്, ഇതിപ്പോ ഞാൻ ഓപ്പൺ ചെയ്യാത്ത കാരണം കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കാണിച്ചുതരാം. ആദ്യം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം, അതിന് ശേഷം അത് കാണിച്ചുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നർ കോംബ്. ഇത് കണ്ടോ, ഇവിടെ ഒരു സംഭവം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പിന്നെ ഈ ബട്ടൺ ഇതാണ്. ഇപ്പൊ 0-ൽ കിടക്കുകയല്ലേ. ഇനി നമുക്കൊരു തിന്നായിട്ടുള്ള മുടിയാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ 1-ൽ ഇട്ടാൽ മതി. അതായത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. നല്ല തിക്കായിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തേലിടണം, അതായത് ഇതിലിടണം. അപ്പൊ നമുക്ക് ആദ്യം 1-ലിട്ട് നോക്കാം. കാരണം എനിക്കിപ്പോ അത്ര വലിയ തിക്നെസ് ഒന്നും ഉണ്ട് തോന്നണില്ല. എന്നിട്ട് ഇതിൽ വർക്കായില്ലെങ്കിൽ നമുക്ക് 2-ലിട്ട് നോക്കാം. ഈ 1 എന്ന് പറയുന്നത് 170 ഡിഗ്രി സെൽഷ്യസും 2 എന്ന് പറയുന്നത് 200 ഡിഗ്രി സെൽഷ്യസും അങ്ങനെ എന്തോ ആണ്. പിന്നെ മുകളിൽ കണ്ടോ, ഇവിടെ ഒരു ലൈറ്റിന്റെ ബട്ടൺ ഉണ്ട്. അതായത് നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ മിന്നി കത്തി അങ്ങനെ കൊണ്ടിരിക്കും. ഒരു 50 സെക്കൻഡ് ഒക്കെ എടുക്കും തോന്നുന്നത് ചൂടായി വരാൻ. ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാറായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ബ്ലിങ്ക് ചെയ്യൽ നിർത്തി ഇങ്ങനെ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനുള്ളതാണ് ഇത് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് എന്റെ മുടിയിൽ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതുപോലെ കേളിയാണ്. ചിലപ്പോൾ മിക്കവാറും നമുക്ക് 2-ലൊക്കെ ഇടേണ്ടി വരും. അപ്പൊ നമുക്ക് ഹീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ വാങ്ങണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ബി ബ്ലണ്ടിന്റെ നല്ലതാന്ന് കണ്ടു. വേറെയും കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് നല്ലതാന്ന് കണ്ടപ്പോൾ തൽക്കാലം ഇത് വാങ്ങി. അപ്പൊ നമുക്ക് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ചെറിയ ചെറിയ സ്ട്രാൻഡ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഭയങ്കര ഹീറ്റ് ആയിരിക്കും, അത് കാരണം അതുമ്മ കൈ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഹാൻഡിൽമ തന്നെ പിടിക്കണം. എന്നിട്ട് ഇവിടുന്ന് സ്കാൽപ്പിൽ നിന്ന് തുടങ്ങരുത്. ഒരു 3 സെന്റിമീറ്റർ വിട്ടിട്ട് വേണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ പാർട്ട്. ഇതാണ് എനിക്ക് വേണ്ട സംഭവം. ഇവനെയാണ് എനിക്ക് സ്ട്രെയിറ്റ് ആക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇവനെ ചെയ്യാൻ വേണ്ടി ഞാൻ 2-ൽ ഇടായിരിക്കും നല്ലതെന്ന്. ബട്ട് 1-ൽ ഇട്ടിട്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പൊ 1-ലാണ് ഇട്ടിരിക്കണേ. 1-ൽ ഇട്ടിട്ട് തന്നെ നല്ല ചൂടുണ്ട്. അടിഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയിട്ടോ. ഇപ്പൊ 2-ലാണ്. കാരണം എനിക്ക് അവിടെ ഭയങ്കര കേളി ആയതുകൊണ്ട് എനിക്ക് തോന്നി 1-ൽ വർക്കാവില്ല. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് അല്ലേ?
സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. ഇത് എത്ര നേരം ലോങ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതിലാണ് നമുക്ക് അറിയണ്ടേ. ഈ ഒരു സൈഡ് ചെയ്തേ ഇത് കൊള്ളാട്ടോ. അപ്പൊ ഞാൻ രണ്ടും ഈ സൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ രണ്ട് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്ത് കാരണമാണോന്ന് അറിയില്ല. അത് എണ്ണ തേച്ച പോലെ ഇരിക്കണു അല്ലേ, പക്ഷെ ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടില്ല. ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് ഒരുവിധം സ്ട്രെയിറ്റ് ആയിട്ടില്ലേ, പക്ഷെ ഈ സൈഡ് ചെയ്യാത്ത സൈഡ് കണ്ടോ, ചെയ്യാത്ത സൈഡ് ഇങ്ങനെയാണേ മുടി. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെയുണ്ട്. ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നില്ലേ? കുറച്ചുകൂടി പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആവട്ടോ. ഞാൻ പിന്നെ അത്രയ്ക്ക് ചെയ്യാൻ നിൽക്കണില്ല. എനിക്ക് മെയിൻ ആവശ്യം ഇവിടെ ആയിരുന്നു. അത് ദേ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് അറിയാലോ. നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഈ സൈഡ് കൂടി ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് സൈഡും ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്റെ മെയിൻ പ്രശ്നം ഈ അടിഭാഗമായിരുന്നല്ലോ. അടിഭാഗം നോക്കുകയാണെങ്കിൽ അതാ നല്ല വ്യത്യാസമല്ലേ. കുറച്ചുകൂടി ഒന്നുകൂടി നന്നായി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി കൂടി ശരിയാവായിരിക്കും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അത് കാരണം. എന്നാലും നേരത്തെ ഫോട്ടോ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര കേളി ആയിരുന്നില്ലേ. അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ സൈഡും ചെയ്തു, ഈ സൈഡും ദേ നന്നായിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിലെ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മുടി പൊട്ടണുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മുടി അങ്ങനെ പൊട്ടണമൊന്നുമില്ല. എനിക്ക് നല്ല മുടി കൊഴിച്ചിലുള്ള കാരണമായിരിക്കും അത് അങ്ങനെ കുറേശ്ശെ മുടിയൊക്കെ ഊരി പോന്നിട്ടുണ്ട്. നിലത്ത് അത്യാവശ്യം മുടി കിടക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും എൻ്റെ മുടി ഭയങ്കര കൊഴിച്ചിലാണ്. ഞാൻ നടക്കുന്നിടത്തൊക്കെ ഭയങ്കര മുടിയാണ്. എനിക്ക് അതുകൊണ്ട് ഒരു കുറ്റകൃത്യങ്ങളും ചെയ്യാൻ പറ്റില്ല. എന്നെ പെട്ടെന്ന് പോലീസ്. അപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. കാരണം എൻ്റെ മുടി മറ്റേത് ഇങ്ങനെ കൈ കടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഫ്രീസ്നെസ് ആയിരുന്നു. ഇപ്പൊ നോക്കൂ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ ഇത് എത്ര നേരത്തേക്ക് ഉണ്ടാവും ഈ രസം എന്ന് മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. അത് ഞാൻ എന്തായാലും നാളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് വയ്ക്കാനുള്ളതാണ്. അതായത് ഇവിടെ രണ്ട് ഇതുണ്ട്. ഒന്നില് ഇത് വയ്ക്കാനുള്ളത്, ഐ മീൻ ഇത് വയ്ക്കാനുള്ളതും, പിന്നെ ഈ ചെറുതില് ഇത് വയ്ക്കാനായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റേതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ നമുക്ക് അടച്ചു കൊണ്ടുപോകാൻ പറ്റും. ട്രാവൽ ബാഗിലൊക്കെ വെക്കാൻ പറ്റും. അതിനുള്ളതാണിത്. അപ്പോൾ വാങ്ങിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രെയിറ്റ്നറിനേക്കാൾ നല്ലത് ഈ കോംബ് ആയിരിക്കും. കാരണം ഇത് നമുക്ക് സാധാരണ നമ്മൾ മുടി എങ്ങനെയാണ് കോംബ് ചെയ്യുക അതുപോലെ കോംബ് ചെയ്താൽ മതി. പണി എളുപ്പമാണ്. 5 മിനിറ്റിൽ കാര്യം നടക്കും. സ്ട്രെയിറ്റ്നർ പോലെയല്ല. അപ്പൊ എനിക്ക് സ്ട്രെയിറ്റ്നറിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടമായത് ഇതാണ്. പ്രൊഡക്റ്റ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം. ഇതിന്റെ മാത്രമല്ല, ആ ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഉണ്ടല്ലോ, ബി ബ്ലണ്ട്, അത് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്. ആ ബി ബ്ലണ്ട്, അതിന്റെ രണ്ടിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. വേണമെങ്കിൽ ഞാൻ കമന്റ് ചെയ്ത് പിൻ ചെയ്തും വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ചോളൂ. മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മുടി സ്ട്രെയിറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.